ഒരു ചാനൽ ചർച്ചകളിൽ ഓരോ ദിവസവും 10-15 മിനിറ്റ് കിട്ടും. അപ്പോൾ എന്തു തോന്നിവാസവും പറയാം. കുറച്ച് ഒഴുക്കോടെ പറഞ്ഞാൽ ഇതൊക്കെ ശരിയാണെന്ന് ആളുകൾ ധരിക്കും എന്ന വിചാരത്തോടെ കുറച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എത്ര പച്ചയായ നുണയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞത് ഈ രവത ചന്ദ്രശേഖരന്റെ കൂത്തുപറമ്പ് സംഭവത്തിന് ശേഷം കേരളത്തിൽ പ്ലേസിംഗ് ഒന്നും കൊടുത്തില്ല, നേരെ കേന്ദ്രത്തിലേക്ക് വിട്ടു എന്നതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ ഇത് കുറച്ചെങ്കിലും ശരിയാണെന്ന് ധരിച്ചാൽ അത് പ്രയോജനം എന്ന രൂപത്തിൽ ഇവരെടുക്കുക. താങ്കൾ കേൾക്കണം, 1996 അധികാരത്തിൽ വന്ന സഖാവ് നായനാർ സർക്കാരിൽ പത്തനംതിട്ട SP ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. 1998 ആ നിയമനം കൊടുക്കുന്നത്, പത്തനംതിട്ട SP. അതിനുശേഷം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP, കമാൻഡന്റ് KAP ബറ്റാലിയൻ 2 അതിൽ SP, എറണാകുളം റേഞ്ച് വിജിലൻസ് SP, പാലക്കാട് ക്രൈംബ്രാഞ്ച് SP, അതുപോലെ മലപ്പുറം SP 2001 കാലത്തിൽ മലപ്പുറം SP ആക്കി. അതിനുശേഷം VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വന്നു. അതിൻ്റെ ഇടയിൽ UDFന്റെ ഗവൺമെന്റ് പല നിയമനം കൊടുത്തു. VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് തൃശൂർ റേഞ്ച് DIG ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. അതിനുശേഷം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് തുടർച്ചയായി 2 വർഷം, 2007 മുതൽ 2009 വരെ. അതിനുശേഷം IG ആയിട്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചു. സ്ഥാനക്കയറ്റം കിട്ടിയിട്ട് IG ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ നിയമിതനായി, അതും LDF സർക്കാരിന്റെ കാലത്ത്. അതിനുശേഷം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയ സമയത്തൊഴിച്ച് LDF ഗവൺമെന്റ് UDF ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടങ്ങ് പച്ചയായിട്ട് നുണയങ്ങ് പറയുക, ഒരു നിയമനവും ഇതുവരെ കേരളത്തിൽ കൊടുത്തിട്ടില്ല. അതിനുശേഷം ഇപ്പൊ വന്നതേ DGP ആയിട്ട് നിയമിക്കുന്നു എന്ന രൂപത്തിൽ. അതിനുശേഷം നിങ്ങളൊരു കാര്യം, ഈ പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ 40ാമത്തെ പേജ് ഒന്ന് വായിക്കണം. കൃത്യമായി ഒരു പാരഗ്രാഫ്, ഞാൻ സമയക്കുറവുകൊണ്ട് മൊത്തം വായിക്കുന്നില്ല. എന്താണ് രവത ചന്ദ്രശേഖരന്റെ റോള്, എന്തായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട് വന്ന അലിഗേഷൻ, അതിൽ എന്താണ് കണ്ടെത്തിയത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വാക്ക് അദ്ദേഹത്തിനെതിരെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സംസാരിക്കാം. രണ്ടാമത് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയാണ്, അങ്ങ് MR അജിത് കുമാർ, ആ MR അജിത് കുമാറിന്റെ പേര് കേരളത്തിന്റെ ഗവൺമെന്റ് കൊടുത്ത റെക്കമെൻഡേഷനിൽ ഏതെങ്കിലും അവസാനത്തെ പേരായിട്ടെങ്കിലും ഇടം പിടിച്ചായിരുന്നെങ്കിൽ എന്ത് പുകിലുണ്ടാക്കുമായിരുന്നു ഇവർ. ആ പേര് കേരള ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ എല്ലാ വാദവും പോയില്ലേ. എന്നിട്ട് അദ്ദേഹം പറയാ, ആ തൃശ്ശൂര് അങ്ങ് BJPക്ക് MBA ഉണ്ടാക്കി കൊടുത്തുന്ന 86,610 വോട്ട് കച്ചവടം നടത്തി BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ പാർട്ടിയുടെ പ്രതിനിധി വന്നിട്ട് പറയാണ് അങ്ങ് MBA ഉണ്ടാക്കി കൊടുത്തുന്ന. ഈ പ്രതിസന്ധിയിലും ഞങ്ങൾക്ക് അവിടെ 15,000 വോട്ട് കൂടി. തൃശ്ശൂര് ഒരൊറ്റ വോട്ട് LDFന്റെ നഷ്ടപ്പെട്ടില്ല, 15,000 വോട്ട് കൂടി. നിങ്ങളുടെയാണ് 86,000 വോട്ട് പോയത്. പിന്നെ ഈ 3 അംഗ പാനലിൽ മറ്റുള്ളവരെ ഒഴിവാക്കിയത് എന്തുകൊണ്ടെന്ന് പറയണമെന്ന്, അതൊക്കെ പറയേണ്ടടുത്ത് പറയും. UDFന്റെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കുപ്പായം തയ്ക്കാൻ മത്സരിച്ച് ഓട്ടം ഓടുകയല്ലേ, ക്യാപ്റ്റനും മേജറും ആകുവാൻ വേണ്ടിയിട്ടും അധികാരം പങ്കുവെക്കാൻ കാവൽ മന്ത്രിസഭയെ കളിയാക്കി നടക്കുകയല്ലേ. നിങ്ങൾ അതിന്റെ പുറകെ വിവരിക്കേണ്ടടുത്ത് വിവരിക്കും, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നിയമന നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇവിടെ രക്തസാക്ഷികൾ 30 കൊല്ലം കഴിയുമ്പോഴാണ്. നിങ്ങൾ എത്ര അപമാനിക്കാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ എത്രയോ പ്രിയപ്പെട്ട സഖാക്കളെ കൊന്നൊടുക്കിയിട്ട് ആ കൊലയാളികളെ മഹത്വവൽക്കരിച്ച് നീ ചെയ്തത് സൂപ്പർ പ്രവൃത്തിയാണെന്ന് KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞതും ഒക്കെ ഈ അടുത്ത കാലത്തുണ്ട്. എന്നിട്ട് എന്തിയാ ഇപ്പൊ നിങ്ങളുടെ സ്ഥാനം എവിടെയാ? ഈ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ഉണ്ടായതിനു ശേഷം ഈ കേരളത്തിൽ 30-32 കൊല്ലത്തെ ചരിത്രമുള്ള ആ 30 കൊല്ലത്തെ ചരിത്രത്തിൽ 20 കൊല്ലം ഞങ്ങൾ ഭരണത്തിലാ. നിങ്ങളാകെ കഷ്ടി 10 കൊല്ലം. ഇനി നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് തുടരുകയും ചെയ്യും. ഈ കേരള ഉൽപ്പത്തിക്ക് ശേഷം ആദ്യത്തെ 30 കൊല്ലത്തിനുള്ളിൽ 24 വർഷം നിങ്ങൾ ഭരിക്കുകയും വെറും 6 വർഷം മാത്രം ഞങ്ങൾ ഭരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ 4 ഇരട്ടി നിങ്ങൾ ഭരിച്ചു. എന്നിട്ട് എന്തിയെ കൂത്തുപറമ്പ് വെച്ച് കഴിഞ്ഞ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നതിന് ശേഷം ഇത്രയധികം നിങ്ങൾ അതമ്പതിച്ച് താഴേക്ക് പോകേണ്ടി വന്ന എല്ലാ വർഗീയ ശക്തികളുടെയും കൂട്ടുപിടിച്ചാലും തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട്. ഇത് തിരിച്ചറിയണം. പുകയടിക്കാം, ഗീർവാണം അടിക്കാം, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാം. വസ്തുതകളായി ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് എല്ലാ രംഗത്തും, വികസന രംഗമായാലും അതുപോലെ തന്നെ ക്ഷേമ പദ്ധതി ആയാലും ഇത്തരത്തിലുള്ള നിയമനമായാലും ശരിയുടെ നിലപാട് സ്വീകരിച്ചു പോകാൻ ഈ സംസ്ഥാന ഗവൺമെന്റ്. അപ്പൊ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് നിങ്ങളുടെ തൊഴിലാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയുടെ നിലപാടാണ്. നിങ്ങൾ 30-40 വർഷം എത്ര വേണമെങ്കിലും ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞോ, അത് ജനങ്ങൾ തിരിച്ചറിയും. ശരി ജിൻഡോ.